ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അകാല നര അല്ലെങ്കിൽ പ്രീമച്വർ ഗ്രേയിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ മുടി നമ്മുടെ പ്രായത്തിന് വളരെ നേരത്തെ തന്നെ മുടി നരച്ചു തുടങ്ങുക, അതാണ് അകാല നര. അപ്പം വീഡിയോ തുടങ്ങുന്നേക്കാളും മുന്നേ എനിക്ക് പറയാനുള്ളത്, അകാല നര ഉള്ളവർ അല്ലെങ്കിൽ നേരത്തെ മുടി നരച്ചവർക്ക് അതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയണത്. അത് വളരെ നന്നായിട്ട് ക്യാരി ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ഇനി പക്ഷെ നിങ്ങൾക്ക് പേഴ്സണലി അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാല നരേൻ്റെ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് അകാല നര എങ്ങനെ വരുന്നു, അതിൻ്റെ കോസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അകാല നര നമുക്ക് നമ്മുടെ തലയിൽ മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ ഉണ്ട്. ഈ മെലാനിൻ നമ്മുടെ മുടിയിലോട്ട് വരുമ്പോഴാണ് അത് നമുക്ക് മുടിയിൽ കളർ തരുന്നത്. ഇനി പ്രായം കൂടുന്തോറും അതിൻ്റെ ആ ഒരു മുടിയിലോട്ട് വരണതിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കളർ മാറി അത് ഗ്രേ വൈറ്റിഷ് കളറാവും. ഇതാണ് ആ ഒരു പ്രോസസ്സ്. ഇനി ചിലവർക്ക് അത് ഒരുപാട് നേരത്തെ ആവും. അത് എന്തുകൊണ്ടാണ് ആവണത്, അതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതാണ് നമ്മൾ ചെയ്യണത്. ഇനി എന്തുകൊണ്ടാണ് ആവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൺ ഓഫ് ദ റീസൺ ജെനറ്റിക്സ് ആണ്. അതായത് ചിലവർക്ക് ചിലരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഓൾറെഡി നേരത്തെ നരച്ചവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കും അതേപോലെ നേരത്തെ നര വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്ക് അച്ഛനും അമ്മയ്ക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്നിട്ട് നമ്മുടെ മുടി വളരെ ഏർലി ഒരു 20-25 ആ ഒരു അപ്പോൾ അത്ര നേരത്തെ നരയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്കതിനുള്ള സൊല്യൂഷൻസ് നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് പിന്നെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെയിൻ റീസൺ ഉണ്ട്. ഒന്ന് എൻവയോൺമെൻറ്റൽ, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സൂര്യൻ്റെ ഡാമേജ് അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇതൊക്കെ കാരണം ഉണ്ടാവുന്നതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ മുടി നരയ്ക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ട്, നിങ്ങൾ ഒരുപാട് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരോ വെയിലത്ത് നിൽക്കേണ്ടവരാണെങ്കിൽ നിങ്ങളൊരു ക്യാപ്പ് ഇടുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊല്യൂഷനിൽ നിന്നും ആ ഒരു UV ഡാമേജിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ എന്താണ്, അതാണ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു ഡെഫിഷ്യൻസിയാണ് പ്രോട്ടീൻ കഴിക്കൽ കുറവ്. അതായത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കില്ല. നമ്മളിവിടെ ഫുഡ് കുറയ്ക്കാനൊക്കെ നോക്കും, പക്ഷെ പ്രോട്ടീൻ അതിൽ വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ജോയിൻസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതായത് ചിക്കൻ, മുട്ട, അല്ലെങ്കിൽ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ, അതിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട്. ഇതിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടുക. ഓക്കെ, ഇനി അതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസും കാരണം നമുക്ക് സംഭവിക്കാം. വൈറ്റമിൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ B12, അതേപോലെ സിങ്ക്, കോപ്പർ, ഈ മെയിനായിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കുറവ് നമുക്ക് വരും. അങ്ങനെ വരുമ്പം അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് നികത്താവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ കണ്ട് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അപ്പം അതാണ് ഒരു സംഭവം. പിന്നെ അതേപോലെ സ്മോക്കിംഗ് വലിയൊരു ഘടകമാണ് പ്രീമച്വർ ഗ്രേയിങ്ങിന്. സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് നിർത്തുക, ഓട്ടോമാറ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുത്തേണ്ട കുറച്ച് വ്യത്യാസങ്ങൾ. എന്തൊക്കെയാണ്? വൈറ്റമിൻ B12, സിങ്ക്, കോപ്പർ അടങ്ങിയ ഭക്ഷണം കൂട്ടുക, അതേപോലെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക, പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി തലയിലോട്ട് വരുമ്പം മുടിയിലേക്ക് ആ ഒരു മെലാനിൻ്റെ അളവ് കൂട്ടാൻ, അതായത് മെലാനിൻ ഉണ്ടാക്കുമ്പം അവിടെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മോളിക്യൂൾസിന്, ഒറ്റയ്ക്ക് നിൽക്കുന്ന മോളിക്യൂൾസിനാണ് അത് പറയണത്. അത് പ്രശ്നക്കാരനാണ്. അവരാണ് നമ്മുടെ മുടിയിൽ ആ ഒരു ഗ്രേനെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ തടയാൻ നമ്മുടെ മുടിയിലേക്ക് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കണം. എന്താണ് ആൻറ്റി ഓക്സിഡൻസ്? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ വൈറ്റമിൻ A, C, E ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സിലൂടെ കൊടുക്കാം. രണ്ടാമത് മുടിയിലേക്ക് നേരെ കൊടുക്കാം. അങ്ങനെ ഞാൻ ആക്ച്വലി അങ്ങനത്തെ കിട്ടുന്ന ഇതൊക്കെ അടങ്ങിയ ഷാമ്പൂ ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തു, പക്ഷേ ഇന്ത്യയിൽ അങ്ങനത്തെ ഷാമ്പൂസ് ഇല്ല. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ് അലോവേരയിൽ ഇതെല്ലാം നന്നായിട്ടുണ്ട്. അലോവേര നേരെ അതിൻ്റെ തൊലി കളഞ്ഞ് നേരെ തേക്കുക. അതേപോലെ തന്നെ നെല്ലിക്കയും ഇതിന് ഒരുപാട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പഴയ ആൾക്കാരൊക്കെ നെല്ലിക്ക തേക്കാറുണ്ടല്ലോ. അപ്പം നെല്ലിക്കയും അലോവേരയും നമ്മുടെ മുടിയിലേക്ക് നേരിട്ട് തേക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രേനെസ്സിന് അത് ഹെൽപ്പ് ചെയ്യും.
ഇനി വേറൊരു പ്രശ്നം, ചിലർക്ക് മുടിയുടെ സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ, കുരു, ചെറിയ ചെറിയ കുരുവൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കും ഗ്രേയിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്കും അലോവേര തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര മണമുള്ള ഷാമ്പൂസിൽ, നല്ല മണമുള്ള ഷാമ്പൂസ് അത് ഒഴിവാക്കുക. എനിക്കറിയാം മണമുള്ള ഷാമ്പൂ നല്ല രസമൊക്കെയാണ് തേച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് നമ്മളുടെ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്രേഗ്രൻസ് ഫ്രീ ഷാമ്പൂ എന്ന് കിട്ടും, മണമില്ലാത്ത ഷാമ്പൂ തേച്ച് കുളിക്കാൻ നോക്കുക. അപ്പോൾ ഇറിറ്റേഷൻ കുറയും. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഗ്രേയിങ്ങിനെ, അകാല നരേനെ കുറയ്ക്കാൻ പറ്റും. ഫുഡിൽ ചേഞ്ച് വരുത്തുക, പുറത്തോട്ട് പോകുമ്പം ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ക്യാപ്പോ ഷോളോ ഇടുക. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള അലോവേരയും നെല്ലിക്കയും നമ്മുടെ തലയിൽ തേക്കാൻ നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ്. Okay, thank you.